എന്റെ കഴുത്തിലിട്ടേക്കുന്ന കുരുക്ക് അത് സ്വന്തമായിട്ട് ഇടാനുള്ള കുരുക്കല്ല. ആളിലോട്ട് പിടിച്ച് കൊച്ചിന്റെ തലയെ മാറ്റി ജീവനോടെ അതിന്റെ കഴുത്തിൽ കെട്ടി തൂക്കിയതാണ്. എന്തെങ്കിലും കണ്ടാണ് എന്റെ കുഞ്ഞ്. അമ്മയെന്ന് പറഞ്ഞ വൃത്തിയിട്ട സ്വഭാവം ഉള്ള സ്ത്രീയാണ്. എന്റെ വീട്ടിൽ ഇരുന്ന് അവള് ചെയ്തിട്ടുണ്ട്. അച്ഛൻ മരിക്കാൻ കാരണവും അത് അവന്റെ കൊച്ചിനെ പീഡിപ്പിച്ച കേസിൽ പോസ്കോ കേസ് നടന്നു. എല്ലാവരോടെ കൊന്നു. അവസാനത്തെ ഒരു മുത്തവും കൊടുത്തു. മഹേഷേ, ഇതെന്തോ കയ്യിരിക്കുന്നത്? എൻ്റെ കൊച്ചിൻ്റെ 2 ഷർട്ടും ഇതും പാവാടിയല്ല. ഇതൊക്കെ അവളിട്ടിരുന്നതാണ്? മോളുടെ ആണോ? ഇതെല്ലാം മോളെയാണ്. ഇതെല്ലാം എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളാണ്. എൻ്റെ ഓർമ്മയാണ് ഇതൊക്കെ. മോളിപ്പോൾ എന്ത് ചെയ്യും? മോള് മരിച്ചു. മരിച്ചോ? എന്താ പറ്റി മോക്ക്? എന്ത് പറയേ, എല്ലാവരോടെ കൊന്നു. ജീവനോടെ നോക്കി നടത്തിയ മോളാണത്. മഹേഷിൻ്റെ കയ്യിൽ നിന്ന് എത്ര ആൾ മുമ്പോ കൊച്ചു പോയത്? ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഇതൊക്കെ ഇട്ട് കിടക്കുന്ന ഓർമ്മ ഉണ്ടായിരുന്നോ? ഇതും ഇനി കേട്ട അപ്പുറത്തെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ നെഞ്ചിൽ കിടന്നാണ് അവൾ വളർന്നത്. പക്ഷെ ഇപ്പം ഇല്ല. എപ്പോഴാണ് മഹേഷ് അവസാനമായിട്ട് മോളെ കാണുന്നത്? അവസാനത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അവസാനത്തെ 6 സ്റ്റേഷനിലെ അവസാനത്തെ കേസ് അന്നാണ് ഞാൻ മോളെ കാണുന്നത്. അതിനുശേഷം പിന്നെ കുടുംബ കോടതിയിലേക്കകത്ത് കണ്ടു. മഹേഷ് മോളുടെ ബോഡി കാണാൻ വേണ്ടി പോയിരുന്നോ? ഞാൻ ബോഡി കാണാനൊക്കെ പോയി. ഞാൻ ബോഡിയും കണ്ടു. മുത്തവും കൊടുത്തു. അതിന് അവസാനത്തെ ഒരു മുത്തവും കൊടുത്തു. ഞാൻ പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. മരിച്ചപ്പാണ് ഞാൻ കണ്ടത്. കരയായിരിക്കും മഹേഷ്. മഹേഷ് പൊന്നുപോലെ കൊണ്ട് വളർത്തി ഇതല്ലേ? ഇതൊക്കെ മഹേഷ് മേടിച്ചു കൊടുത്തായിരുന്നോ? ഇതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. തൊപ്പി അവളിട്ടിരുന്ന തൊപ്പിയാണോ ഇത്? എല്ലാം അവളെ തൊപ്പിയാണ്. അവളെ ജീവിതത്തിലുള്ള എല്ലാ സമ്പാദ്യവും ഞാൻ ഇവിടെ ഉള്ള എല്ലാം അവളെയാണ്. ഇതെങ്ങനെ മഹേഷിന് കുഞ്ഞ് പോയത്? ഭാര്യ എന്തി? ഭാര്യ നോക്കുന്നില്ലായിരുന്നോ? ഭാര്യയെ നോക്കാൻ ഭാര്യയ്ക്ക് സമയമില്ല ഇപ്പം. ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, സമയമില്ലെങ്കിൽ പറ, ഞാൻ കൊണ്ടുപോകും. ഞാൻ ജോലിക്ക് പോയാൽ പോലും എൻ്റെ സ്ഥലത്ത് ഞാൻ 2 മക്കളെ ഞാൻ കൊണ്ടുപോയി നിർത്തി അവിടെയാണ് ഞാൻ നോക്കണത്. ചോറ് വരെ ഞാൻ അവിടെയാണ് കൊടുക്കണത്. മകളുടെ ശരിക്കും പറയാം എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? ഭാര്യ നിങ്ങൾ 2 പിരിഞ്ഞാണ് താമസിക്കുന്നത്? പിരിഞ്ഞാണ് താമസിക്കുന്നത്. എത്ര വർഷമായിട്ട്? ഏകദേശം 2.5 വർഷം കൊണ്ട് ഞാൻ പിരിഞ്ഞാണ് താമസിക്കുന്നത്. 2 വീട്ടിലാണ് താമസിക്കുന്നത്? 2 വീട്ടിൽ. അതെന്തോ കാര്യം? നിങ്ങൾ പിരിയുള്ള കാര്യം എന്താ? പിരിയുടെ കാര്യം, ഈ ചേട്ടൻ, എൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇവനായിട്ട് ഞാൻ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, നമുക്കത് വേണ്ട. എന്താ വേണ്ടെന്ന്? ഈ ബന്ധങ്ങൾ നമുക്ക് വേണ്ട. അപ്പം ഇവളെ അമ്മൂമ്മേനെ ഈ വിളപ്പിശ്ശേരത്തെ വീട്ടിൽ തന്നെ പറഞ്ഞു. അവളെ അമ്മൂമ്മേനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരല്ലേ, അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ വരില്ലെന്ന് പറഞ്ഞു. ഞാൻ മഹേഷ് ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി വ്യക്തമായിട്ട് പറഞ്ഞു. എന്നിട്ട് പോലും അവർ കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഈ എന്ത് മനസ്സിലാവാൻ മഹേഷിന്റെ ഭാര്യയ്ക്ക് വേറൊരു അവിഹിത ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. ആരുമായിട്ടാ? ചേട്ടനായിട്ട് അവിഹിത ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അത് മഹേഷിനെ അറിയാം. ഞാൻ പല തവണ ഞാൻ അവിടെ പറഞ്ഞാൽ പോലും അവൾ ചെയ്യുന്നില്ല. അല്ല, എങ്ങനെ തെളിവ് കിട്ടിയത്? എങ്ങനെ തെളിവ് കിട്ടിയത്? അവളെ എൻ്റെ ഫോൺ ഡീറ്റെയിലിൽ തന്നെ നോക്കാൻ നേരത്തെ തന്നെ അവളെ പല കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ പേരിൽ കുറേ കേസുകൾ കൊടുത്തു. ഈ പറയുന്ന സമയമെല്ലാം ഇവ അവിടെ ഉണ്ട്. എൻ്റെ കൊച്ചിൻ്റെ ഒരു ജന്മനാൾ വന്നാലും ഇവ അവിടെ ഉണ്ട്. ലാസ്റ്റായിട്ട് എൻ്റെ കൊച്ചിൻ്റെ ജന്മനാൾ എത്തിയപ്പോൾ കാട്ടാട എസ്കയിലവിടെ, കാട്ടാട ഡിസ്മയിലവിടെ ഉണ്ട്. ഞാൻ ഇതെല്ലാം ഞാൻ അറിയണുണ്ട്. പക്ഷെ എന്നിട്ട് പോലും എൻ്റെ കൊച്ചിനെ കാണാമെങ്കിൽ എനിക്ക് അറിയാറില്ല, അവനെ അറിയാറുള്ളൂ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവരൊരുമിച്ച് താമസിക്കുമോ? അല്ലേ? അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെ മഹേഷിന്റെ ഭാര്യ ഇപ്പൊ മഹേഷിന്റെ ചേട്ടന്റെ കൂടെ താമസിക്കുമോ? അതെ. അപ്പൊ അത് ഞാൻ ഡൈവോഴ്സ് പോലും കൊടുത്തിട്ടില്ല. നിയമമനുസരിച്ച് ഞാൻ ഇതുവരെ ഡൈവോഴ്സ് കൊടുത്തിട്ടില്ല. എന്നാൽ കുടുംബ കോടതിയിൽ എൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് പോലും നടന്നിട്ട് ഇതുവരെ അതിനും ഒരു ഇതില്ല. പക്ഷെ ഇതിനെല്ലാം എനിക്ക് നീതി വേണം. അപ്പൊ ഈ കുഞ്ഞിന് എന്താ സംഭവിച്ചെന്ന് പറയും? മഹേഷിന്റെ കുഞ്ഞിന് എന്താ പറ്റി? കുഞ്ഞിന് എത്ര വയസ്സുണ്ടായിരുന്നു? കുഞ്ഞിന് 10 വയസ്സ്. 10 വയസ്സേ ഉള്ളൂ. എന്നിട്ട് കുഞ്ഞിന് 10 വയസ്സ്. ഇവര് പോലും എൻ്റെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി പോലും നടക്കുന്നില്ല. ഇവരെ എന്നെ കാണിപ്പിക്കില്ല, എന്നെ കാണിപ്പിക്കില്ല എന്നാണ് അവൻ പറഞ്ഞത്. കുഞ്ഞിന് എന്തോ പറ്റി? കുഞ്ഞ് എങ്ങനെ മരിക്കുന്നേ? കുഞ്ഞ് ബാത്റൂമിൻ്റെ അകത്ത് തൂങ്ങി മരിച്ചെന്നാണ് പറയണത്. പക്ഷേ എനിക്ക് അവളെ അങ്ങനെ ചെയ്യൂല, ഒരിക്കലും അവളെ അങ്ങനെ ചെയ്യൂല. എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഒരിക്കലും അവളങ്ങനെ ചെയ്യൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്തായിരിക്കും സംഭവിച്ച കുഞ്ഞിന്? ഇവരെ ബാം വാഷ് ആയിരിക്കും. എൻ്റെ ഭാര്യയും ചെയ്ത് കാണും.
എൻ്റെ അവളെ അമ്മൂമ്മയെന്ന് പറഞ്ഞാൽ ഇതിനെ കേട്ട് അവളെ അച്ഛൻ മരിക്കാൻ കാരണവും അത് തന്നെ ബ്രഹ്മ ഭാഷ ആയിരിക്കും. മനസ്സിലായില്ല എങ്ങനെ ബ്രഹ്മ ഭാഷ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ടു കാണും എൻ്റെ കുഞ്ഞ് എന്തെങ്കിലും കാണാൻ പാടില്ല കണ്ടു കാണും അതായിരിക്കും സൂസൈഡിൽ പോയത്. എന്തെങ്കിലും കണ്ടു കാണും, അല്ലാതെ അവൾ ചെയ്യൂല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അവരൊക്കെ പറയുന്ന ഒരു പെൻസിലിന് വേണ്ടി കൊച്ചു ആത്മഹത്യ ചെയ്താണെന്ന്. അല്ല, ഒരു പെൻസിലിന് വേണ്ടി ഞാൻ എത്ര പെൻസിൽ വായിച്ചു കൊടുത്താലും ജാനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പെൻസിലിന് വേണ്ടി ഇങ്ങനെ ചെയ്യൂല. അത് എനിക്ക് 100% ഉറപ്പാണ്. അല്ല, വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തായിരിക്കും. ഇല്ല, അവളെ എനിക്കറിയാം, അവള് ചെയ്യൂല. അപ്പൊ പെൻസിലിന് വേണ്ടിയാണ് കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോ ചിലപ്പോൾ ചെയ്തായിരിക്കത്തില്ലേ? അങ്ങനെ അവള് ജാനി ഒരു പെൻസിലിന് വേണ്ടി അവൾ ഒരിക്കലും ചെയ്യൂല. അത് 100% എനിക്ക് ഉറപ്പാണ്. ഒരു പെൻസിലിന് വേണ്ടി അവള് ചെയ്യൂല. ഇനി ഞാൻ എൻ്റെ കൂടെ ജീവിച്ചാൽ പോലും ശരി തന്നെ, ഞാൻ എൻ്റെ കൂടെ ജീവിച്ചിട്ടപ്പോൾ അങ്ങനെ തന്നെ ഒരു പെൻസിലിന് വേണ്ടി അവൾ ചെയ്യൂല ഒരിക്കലും. ഇത് സംഭവിക്കാൻ മക്കളെ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിഞ്ഞൂടാ. ഞങ്ങൾ മരണവിവരം മാത്രമാണ് അറിയുന്നത്. ഈ കുട്ടിയെ അവസാനമായിട്ട് ഞങ്ങൾ കണ്ടത് കോടതിയിൽ കുട്ടിയെ കൊണ്ടുവന്നു. കോടതി കൊണ്ടുവന്നപ്പോഴത്തേക്കും കോർട്ട് ഓർഡർ ഇരിക്കുന്ന മിണ്ടാനുള്ള അനുവാദം ഇല്ല. കൊച്ച് ഓടി ഞങ്ങളെ തലയിട്ട് നോക്കും, 2 കുട്ടികളും തലയിട്ട് നോക്കും, തല വലിക്കും, അങ്ങനെ കുറേ നേരം. അപ്പം ഇവള് ഷാളിലോട്ട് പിടിച്ച് കൊച്ചിൻ്റെ തലയെ മാറ്റി. കൊച്ചിനെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല. കൊച്ചിനെ കാണാൻ കോർട്ട് ഓർഡർ ഇരിക്കുകയല്ലേ, അവക്ക് ഞങ്ങൾക്ക് അവന് കാണാൻ പറ്റില്ല. കണ്ടാൽ ഇത് എന്ന് വെച്ചാൽ ഞങ്ങൾ ആ കൊച്ചിനെ കാണാൻ പോയി അപ്പോഴും എൻ്റെ മോൻ്റെ പേരിന് കേസാണ്. അതുകൊണ്ടാണ് കാരണം അവർ ഒത്തു താമസിച്ചുകൊണ്ടിരുന്നതല്ലേ. പിണങ്ങി പോകാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കാരണക്കാരെ ആ കുടുംബത്തിൽ എന്ന് കയറിയോ അന്ന് മുതൽ പ്രശ്നമാണ് അവിടെ. ഞാൻ എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇവനെ ഈ വീട്ടിൽ കയറ്റിയാൽ നിൻ്റെ കുടുംബം തൊലയും. അവൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും ആ കുടുംബം തൊലഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അവനെ ഒരു കാരണവശാലും ആ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. അവനെ ഇരുത്തിയാണ് ഞാൻ പറഞ്ഞത്. അല്ല, വേറെ ആരുമല്ല. അത് ഞങ്ങൾ എവിടെയെല്ലാം ഞങ്ങൾ കൊടുത്തിട്ട് പരാതിക്ക് ഒരു മറുപടി പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ എല്ലാം എടുത്തും ഞാൻ കൊടുത്തതിൻ്റെ കോപ്പികളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അവർ വാങ്ങിച്ച ഡിവൈഎസ്പിക്ക് കാരണം ഞങ്ങൾക്ക് നീതി വേണമെന്നും പറഞ്ഞാണ് കൊടുത്തത്. കാരണം ഇവൻ്റെ ഒരുപാട് കേസിൽ കുടുക്കി ഞങ്ങളെയും കൂടെ. ഞങ്ങൾ സ്ത്രീധനം വാങ്ങിച്ചൊന്നും പറഞ്ഞു കുറേ കേസിൽ ഞങ്ങളെയും കൂടെ കുടുക്കി. ഞങ്ങൾ 1 രൂപ പോലും അവിടെ നിന്ന് സ്ത്രീധനവും വാങ്ങിച്ചിട്ട് ഒരു പവൻ്റെ ഉരുപ്പടി പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല, വാങ്ങിച്ചിട്ടില്ല. ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഒരു പാവപ്പെട്ട പെണ്ണ് അവനെ കുഴിയിലാക്കിയത് ഞാനാണ് ഈ കല്യാണം അവളെ അമ്മൂമ്മയായിട്ട് ചോദിച്ച് ഞങ്ങൾ അടുത്തുള്ള കൂട്ടുകാരായതുകൊണ്ട് ഞാൻ ചോദിച്ച എൻ്റെ മോനൊരു പെണ്ണയക്കൊന്ന് ചെയ്വൻ ഗൾഫിലായിരുന്നു. കൊച്ചിൻ്റെ മരണത്തിന് ദുരൂഹത തന്നെയാണ് ഞങ്ങൾക്ക്. അത് ആത്മഹത്യ ചെയ്തതെന്നും പറഞ്ഞാണ്. എൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന കുരുക്ക് അത് സ്വന്തമായിട്ട് ഇടാനുള്ള കുരുക്കല്ല, സ്വന്തം അത് തൂങ്ങിയെന്നും പറഞ്ഞുകൊണ്ടാണ് ആദ്യം വന്നത്, ഒരു പേനയ്ക്ക് വേണ്ടി. പക്ഷെ അങ്ങനെയല്ല, ഇതിനെ ജീവനോടെ അതിൻ്റെ കഴുത്തിൽ കെട്ടി തൂക്കിയതാണ് എന്ന് തന്നെ സംശയം. എന്നുവെച്ചാൽ മകേഷ് തകർന്നിരിക്കുകയാണ്. അവൻ പല രീതിയിൽ അവൻ പറയണത് അവനും അവൻ്റെ മോളെ എടുത്ത് പോവും എന്നാണ് അവൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഭക്ഷണവും കഴിക്കുന്നില്ല, ഉറക്കവും ഇല്ല, രാത്രി പലതും കിടന്ന് വിളിച്ച് പറയാക്കോ ഇതാണ്. അവൻ പറഞ്ഞ ബാധൽ അവനെ പിടിച്ചു നിർത്തിയതാണ്. അവൻ കരഞ്ഞ് പറഞ്ഞപ്പോൾ ഞാനാണ് അവനെ പിടിച്ചു നിർത്തിയത്. എന്നുവെച്ചാൽ മക്കളെ നീ പോകില്ല, ആ പിള്ളേർ പരുവാകുമ്പോൾ ഇപ്പോൾ അതിന് അറിവ് വരുമ്പോൾ നമ്മളെടുത്ത് വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവനെ ഞാൻ പിടിച്ചു നിർത്തിയതാണ്. കിട്ടിയില്ല. അവസാനമെങ്കിലും അവളെ ആളുകളുടെയൊക്കെ പറഞ്ഞ് അവളെ ആളുകളാരും അവളെ അമ്മയ്ക്കൊരു സുഹൃത്തുണ്ട്, അവനെ വിളിച്ച് പറഞ്ഞ് എനിക്ക് കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് അവർ നിന്നെ കാണിക്കൂല എന്ന്. ഒരു അച്ഛനെ കാണിക്കൂല എന്ന് അന്യ ഒരുത്തം പറയുമ്പോഴേ അതിലെന്താണ് അതിൽ ഉള്ളത്? അമ്മയെന്ന് പറയുന്ന വൃത്തിയിട്ട സ്വഭാവം ഉള്ള സ്ത്രീയാണ് അമ്മ. അമ്മയ്ക്ക് അത് നിങ്ങൾ അന്വേഷിക്കും. ഭാര്യയുടെ അമ്മയ്ക്ക് അവളെ ഭർത്താവിനെ അവളെ കെട്ടി തൂക്കിയത്. ഇവള് ഒരു പാവമായ, പക്ഷേ പാവമാണെങ്കിലും ഇവൻ്റെ ഇതിൽ അവൾ വഴങ്ങിപ്പോയി. എങ്ങനെ വഴങ്ങിയെന്ന് എനിക്കറിഞ്ഞൂടാ. അത് കണ്ടെത്തേണ്ടത് പോലീസാണ്. അവളൊരു പാവപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അവളെ ഇന്ന് വന്നാൽ ആ കൊച്ചിനെ കരുതി ഞങ്ങൾ സ്വീകരിക്കും. ഭാര്യയായാലും ശരി തന്നെ, എനിക്ക് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നത് എനിക്ക് ഇനി ഒരു കൊച്ചു ചെയ്യുള്ളൂ. അതിന് വേണ്ടി ഞാൻ ക്ഷമിക്കും. ഇത്ര നല്ല പാവപ്പെട്ടവനാണോ ഇങ്ങനെയൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്സുള്ള ആളാണ്? എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ ക്ഷമിക്കുകയും ചെയ്യും.
ക്ഷമയെന്ന് പറയാൻ എനിക്ക് ഇപ്പൊ ഭയങ്കര ക്ഷമയാണ്. ഇപ്പൊ നേരത്തെ തന്നെ ഒരാളുടെ കൂടെ ഒക്കെ ബന്ധമുള്ള ആളെയൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന മനസ്സാണോ? എനിക്ക് ഒരു കൊച്ചു പോയാലും ശരി തന്നെ അടുത്ത ഒരു കൊച്ചേ ഉള്ളൂ, അതിനു വേണ്ടി ഞാൻ സ്വീകരിക്കും. ഞാൻ അതിനെ കളയേയില്ല. അവൻ എന്തെങ്കിലും ചെയ്താൽ ഞാനും ചെയ്യും, അത് തീർച്ചയായ കാര്യമാണ്. അവൻ എന്തെങ്കിലും ചെയ്താൽ അവനൊപ്പം ഞാനും ചെയ്യും. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയേ ജീവിച്ചോളൂ. അച്ഛൻ 5 വയസ്സായപ്പം ഗൾഫിൽ പോയ മനുഷ്യനാണ്. ആ 5 വയസ്സ് പോലെ ഇതുവരെ ഞാൻ ഇതിൽ 12 വർഷം കല്യാണം കഴിഞ്ഞ് 2 കൊച്ചിന് 1 വയസ്സും 3 മാസം ആവുന്നേരം എൻ്റെ കൂടെയാണ് താമസിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം അവൾ തന്നെ അവനെയും വിളിച്ചോണ്ട് പോയത്. ഇതിനകത്ത് ഒരു പ്രശ്നം, ഈ കുടുംബത്തിൽ അവൾ താമസിച്ച ഒരു പ്രശ്നമില്ലായിരുന്നു, ഒരു പ്രശ്നം ഒന്നുമില്ലായിരുന്നു. ഇളയോടെ കാണണം, അതിനെങ്ങനെ എനിക്ക് ജീവനോടെ കാണണം. ജീവനോടെ നമുക്ക് വളർത്താൻ കിട്ടണം അതിനെ. നമുക്ക് മഹേഷിന്റെ ഉദ്ദേശം എന്തുവാ? ഞാൻ ആദ്യം നിയമത്തിൻ്റെ വഴി എല്ലാം പോകും. നിയമത്തിൻ്റെ വഴി ഞാൻ സഞ്ചരിക്കും. എനിക്ക് എൻ്റെ ഇളയ കൊച്ചിനെ എനിക്ക് കിട്ടണം. എന്നാലും ഞാൻ അതിനെ പൊന്നുമായിട്ട് ഞാൻ വരുത്തും. അല്ലാതെ ഞാൻ എനിക്ക് കളയാൻ പറ്റില്ല. എനിക്ക് അതാണ് എൻ്റെ ജീവൻ. ഒരു ജീവൻ പാതി പോയി, ഇനി ഒരു ജീവനേ ഉള്ളൂ. അതിനെ എനിക്ക് കളയാൻ പറ്റില്ല, ഇനി ഒരിക്കലും കളയാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറ്റുമോ? പാതി എടുത്ത് ശ്രമിക്കും. ആ കൊച്ചിനെ കരുതി ഞാൻ എല്ലാം കരുതി നമ്മൾ ക്ഷമിക്കും. പക്ഷേ ഈ എല്ലാം പറഞ്ഞ് വീട്ടിലേക്ക് വന്ന് മഹേഷ് സ്വീകരിക്കും അല്ലേ? അത് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ സ്വീകരിക്കും. എൻ്റെ കൊച്ചു മക്കളെങ്കിലും എനിക്ക് കിട്ടണം എന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടി ഞങ്ങൾ അവളെ സ്വീകരിക്കാൻ തയ്യാറാണ്. അവന് ചോറും കെട്ടി കൊടുത്ത് പിന്നെ ബോണസ് വാങ്ങിച്ച പൈസയും വീട്ടിൽ കൊണ്ടുവച്ച് അതും എടുത്തിട്ട് അവനും എവളും കൂടെ ചേർന്നാണ് ആര്യനാട് സ്റ്റേഷനിൽ കേസിന് പോണത്. ഒരു ഭാര്യയും ഭർത്താവും ആവുമ്പം വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. രാത്രി 12 മണി 3 മണി വരെ അവൾ ആരെ ഫോൺ ചെയ്യണത്? എൻ്റെ വീട്ടിൽ ഇരുന്ന് അവള് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇരുന്ന് അവള് എൻ്റെ വീട്ടിൽ ഇരുന്ന് അവള് ഫോൺ ചെയ്തിട്ടുണ്ട്. എത്രയോ ഫോണുകൾ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. 2 പേര് എറിഞ്ഞുമാണ് പൊട്ടിക്കണം. യവൻ പിടിച്ചു വാങ്ങിച്ചറിയുമ്പോൾ അവൾ യവൻ്റെ അതിനെ എടുത്തെറിയും. 2 പേരും അങ്ങോട്ട്. അപ്പം ഒരു കാര്യമുണ്ട്, എന്തായാലും ഇതിന് ഒരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി. ചാനൽ വഴി പലരും കാണുമല്ല, പലരും കാണും. ലോകം എന്താണെന്ന് ഇത് അറിയണം. എല്ലാവരും പറയണം അവനെയാണ് കുറ്റക്കാരനെന്ന് പറയണത്. പക്ഷെ ലോകം അറിയണം ഇത് എന്താണ് ഇവരുടെ ഇടയിൽ സംഭവിച്ചെന്നുള്ളത്. എൻ്റെ കൂടെ ഈ വില കാണിച്ചതിന് ലോകം അവനെ പറ്റി അറിയണം. അവൻ്റെ സ്വന്തം ഭാര്യ കൊച്ചിനെ അവൻ പീഡിപ്പിച്ചവനാണ്. അവൻ്റെ സ്വന്തം കൊച്ചിനെ പോസ്കോ കേസ്, അവൻ്റെ സ്വന്തം പേരിൽ അവൻ്റെ കൊച്ചിനെ പീഡിപ്പിച്ച കേസിൽ പോസ്കോ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ചാണ് ഞാൻ മുഖ്യമന്ത്രിക്ക്, DYSPക്ക് എല്ലാവർക്കും ഞാൻ പരാതി കൊടുത്തത്.